Hi friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആവിയിൽ വേവിച്ചിട്ടുള്ള ഒരു കിടിലൻ പലഹാരമാണ് ട്ടോ. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് പെട്ടെന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഈ പലഹാരത്തിന് ഞാൻ ചെറിയൊരു കാരമൽ ചെയ്തെടുക്കുന്നുണ്ട്. കാണാൻ ഒരു ഭംഗിയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ടേസ്റ്റിനും കൂടി വേണ്ടിയിട്ടാണ് ട്ടോ അതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെള്ളത്തിലിട്ടോ ഇതേപോലെ ഒരു കളർ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ അടിയിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത് 1/2 കപ്പ് അളവിൽ പാലാണ് കേട്ടോ. അപ്പോൾ ഇളം ചൂടുള്ള പാലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഒരു 3-4 ടേബിൾ സ്പൂൺ മതിയാവും. നമ്മൾ ഓൾറെഡി കാരമലും കൂടി ചേർക്കുന്നതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വാനില എസൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പം ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ, പ്രശ്നമൊന്നുമില്ല. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 4 പീസ് അളവിൽ ബ്രെഡാണ് കേട്ടോ. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പാലിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സൈഡൊന്നും കട്ട് ചെയ്യാതെ ചേർത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 2 മുട്ടയും കൂടി പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ മുട്ടയും കൂടി ചേർത്ത് ചെയ്യുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഈ മുട്ടയും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാവൊന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം മാവ് നമ്മളെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ കാരമൽ സെറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അത് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ഫോയിലോ എന്തെങ്കിലും വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിന് ശേഷം ഒരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നീരാവി അതിൽ കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കാം കേട്ടോ. ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ചെയ്തെടുത്താലും പ്രശ്നമൊന്നുമില്ല. അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 20-25 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്ക് തന്നെ കറക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത് ചൂടോടെ കഴിക്കാനും അതുപോലെ തന്നെ തണുപ്പിച്ചിട്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആരെങ്കിലും വീട്ടിലൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വീട്ടിലുള്ള 3-4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പം തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. വായിൽ വെള്ളം ഊറുന്ന അത്രയും ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബൈ. താങ്ക് യു.